My name is Matthew Stephen, practicing Chartered Accountant in UK, qualified from the Institute of Chartered Accountant in England and Wales. UK ബിസിനസ് എങ്ങനെയാണ് R&D ടാക്സ് റീഫണ്ട് ക്ലെയിം ചെയ്യുന്നത്? UK ബിസിനസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചറിന് വേണ്ടി സ്പെൻഡ് ചെയ്യുകയും ഇതുവഴി നിങ്ങൾക്ക് R&D ടാക്സ് റീഫണ്ട് ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ മുടക്കുന്ന പണം UK ഒരു പ്രോഡക്റ്റിന് വേണ്ടി ഇന്നോവേറ്റീവ് ആയിട്ട് നിങ്ങൾ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടും നിങ്ങൾക്ക് അത് റീഫണ്ടിന് എലിജിബിൾ ആയിരിക്കും. നിങ്ങളുടെ ബിസിനസ് എത്രമാത്രം R&D ചെയ്യുന്നു എന്ന അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ക്ലെയിം കിട്ടുന്നതാണ്. സാധാരണ രീതിയിൽ നിങ്ങൾ 100 പൗണ്ട് മുടക്കുമ്പോൾ അതിൻ്റെ 21.5% നിങ്ങൾക്ക് R&D ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓരോ ബിസിനസ്സിൻ്റെ എമൗണ്ട് അനുസരിച്ച് ഇത് മാറിയിരിക്കും. പല ബിസിനസ്സുകളും ലോസ് മേക്ക് ആയിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം 18.6% R&D ക്ലെയിം ചെയ്യുകയും അങ്ങനെ ടാക്സ് റീഫണ്ട് വാങ്ങിക്കാൻ പറ്റുന്നതാണ്. നിങ്ങളുടെ ബിസിനസ് പ്രോഫിറ്റ് മേക്കിംഗ് ആണെങ്കിൽ നിങ്ങൾ കോർപ്പറേഷൻ ടാക്സ് ഇതുവഴി കുറയ്ക്കാൻ സാധിക്കും. സാധാരണ രീതിയിൽ നിങ്ങൾക്ക് 86%, അതായത് 100 പൗണ്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 186 പൗണ്ടിൻ്റെ ചെലവെഴുതുകയും അങ്ങനെ ബിസിനസ്സുകൾക്ക് കൂടുതൽ എക്സ്പെൻഡിച്ചർ വഴി നഷ്ടം വരികയാണെങ്കിൽ R&D നിങ്ങൾക്ക് ക്ലെയിം ചെയ്ത് റീഫണ്ടായിട്ട് കിട്ടുന്നു. ഇനി ബിസിനസ്സുകൾ കൂടുതൽ ലാഭമുണ്ടാക്കുന്ന അവസരത്തിൽ, ടാക്സ് കൊടുക്കുന്ന അവസരത്തിൽ R&D വഴി നിങ്ങൾക്ക് ടാക്സ് കുറച്ച് കൊടുക്കുവാനും അങ്ങനെ കൂടുതലായിട്ടും നിങ്ങളുടെ പ്രോഡക്റ്റ് കോമ്പറ്റിറ്റീവ് ആകുന്നതിന് വേണ്ടി, പുതിയ നൂതന പ്രോഡക്റ്റുകൾ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി അൺസർട്ടൺ ആയിട്ടുള്ള റിസൾട്ടിൽ നിങ്ങൾ സ്പെൻഡ് ചെയ്തിട്ടുള്ള എമൗണ്ടിന് നിങ്ങൾക്ക് R&D ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ R&D ക്ലെയിം ചെയ്യുന്ന കമ്പനി അഡ്വാൻസ് അഷുറൻസ് എടുക്കേണ്ടതുണ്ട്. കൂടുതലായിട്ടും ടെക്നിക്കൽ റിപ്പോർട്ട്, നിങ്ങളുടെ R&D പ്രോജക്റ്റിൽ നരേറ്റീവായിട്ടുള്ള ഇൻഫർമേഷനും എത്രമാത്രം എമൗണ്ടാണ് നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നത്, ഏതൊക്കെ ഹെഡുകളിലാണ് നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നത് എന്ന ഡീറ്റെയിൽഡ് റിപ്പോർട്ട് HMRCക്ക് കൊടുക്കുകയും അങ്ങനെ അഡ്വാൻസ് അഷുറൻസിലൂടെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് R&D സ്പെൻഡ് ചെയ്ത് നിങ്ങൾക്ക് ബിസിനസ്സിന് ലാഭമുണ്ടാക്കാൻ സാധിക്കുന്നതാണ്. UK സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ബിസിനസ്സിന് R&D വലിയ സപ്പോർട്ടാണ് നൽകുന്നത്. പ്രത്യേകിച്ച് സ്റ്റാർട്ടപ്പുകൾക്ക് ഇനിഷ്യൽ പീരീഡിൽ അവരുടെ പ്രോഡക്റ്റ് റിസർച്ച് ചെയ്യുന്നതിനും അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യുന്നതിനും ഗവൺമെൻറ് ഏകദേശം 21.5% തന്നെ അവർക്ക് റിട്ടേൺ ആയിട്ട് കൊടുക്കുന്നു. ഈവൻ ലോസ് മേക്കിംഗ് കമ്പനികൾക്ക് R&Dക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് അവർക്ക് റീഫണ്ടായിട്ട് കിട്ടുന്നു. ഇതോടൊപ്പം തന്നെ പ്രോഫിറ്റ് മേക്കിംഗ് ആയിട്ടുള്ള കമ്പനികൾക്ക് R&D ഡിപ്പാർട്ട്മെൻറ്റ് നിലനിർത്തുന്നത് വഴി UK ബിസിനസ് മോർ ഇന്നോവേറ്റീവും പ്രൊഡക്റ്റീവും മോർ പെർഫോമൻസ് ബേസ്ഡ് കോമ്പറ്റിറ്റീവ് ബിസിനസ്സായിട്ട് സെറ്റ് ചെയ്യുന്നതിന് വഴിയൊരുക്കുന്നു. പ്രൊഡക്റ്റീവായിട്ടുള്ള പുതിയ സിസ്റ്റത്തിലൂടെ പുതിയ ഇന്നോവേറ്റീവ് ഐഡിയയിൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് നടത്തുന്നതിന് UK ഗവൺമെൻറ് ധാരാളം സപ്പോർട്ടാണ് കൊടുക്കുന്നത്. UK നിങ്ങളൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രോഡക്റ്റിൻ്റെയോ നിങ്ങളുടെ സർവീസിൻ്റെയോ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓപ്ഷൻ കൺസിഡർ ചെയ്യണം. ഇങ്ങനെ R&D സ്പെൻഡ് ചെയ്യുന്നത് വഴി നിങ്ങളുടെ ബിസിനസ് മോർ കോമ്പറ്റിറ്റീവ് ആകുകയും അങ്ങനെ ഒരു കോമ്പറ്റീഷനിൽ നിങ്ങളുടെ ബിസിനസ്സിന് സർവൈവ് ചെയ്യുവാനും പുതിയ പ്രൊഡക്റ്റീവായിട്ടുള്ള ഐഡിയ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യുന്നതിന് ഗവൺമെൻറ് സപ്പോർട്ട് നൽകുന്നു. ഒക്ടോബർ 18 നോർത്താംപ്ടണിൽ വെച്ച് ഇൻഡോ UK ബിസിനസ് ഷോ നടത്തപ്പെടുന്നു. ഈ ബിസിനസ് ഷോയിൽ പങ്കെടുക്കുന്നത് വഴി UK നിങ്ങൾക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുവാനും സ്റ്റാർട്ട് ചെയ്ത ബിസിനസ് സ്കെയിലപ്പ് ചെയ്യുവാനും ടാക്സ്, ലീഗൽ, ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസ് കിട്ടുന്നതിനും അവസരം ലഭിക്കുന്നതാണ്. UK ബിസിനസ്സിനെ പറ്റി ഇതിനോടകം 600-ലധികം വീഡിയോ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നു. എന്നും ഈവനിങ് UK ബിസിനസ്സിനെ പറ്റി, UK ടാക്സ് പ്ലാനിങ്ങിനെ പറ്റി, UK എംപ്ലോയ്മെൻറ്റ് ടാക്സിനെ പറ്റി ഒരു വീഡിയോ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നു.